السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരീ സഹോദരന്മാരെ, മെയ് മാസം 3-ാം തീയതി UAE-യുടെ സായുധ സേന ഏകീകരണത്തിൻ്റെ സ്മരണയിൽ അദ്ദിഫാഉ അനിൽ വതൻ വാജിബുൻ മുഖദ്ദസ്, രാജ്യ സംരക്ഷണവും രാജ്യത്തെ പ്രതിരോധിക്കലും വിശുദ്ധമായ ബാധ്യതയാണ് എന്ന പ്രമേയത്തെ മുൻനിർത്തി രാജ്യസ്നേഹത്തിൻ്റെയും രാജ്യത്തോട് പുലർത്തേണ്ടുന്ന കടപ്പാടിൻ്റെയും പ്രാധാന്യമാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസ്വാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുകയും നിസ്തുലമായ സഹനവും സ്ഥൈര്യവും കൈക്കൊള്ളുകയും അസത്യത്തിനെതിരെ പ്രതിരോധ സജ്ജരാവുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടു ജീവിക്കുക, എങ്കിൽ നിങ്ങൾ വിജയം വരിച്ചേക്കാം. സത്യവിശ്വാസികളെ, എന്താണ് രാജ്യമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? രാജ്യമെന്നാൽ ഒരു വ്യക്തിയുടെ ഈറ്റില്ലമാണ്, കുട്ടിക്കാലത്തെ കളിത്തൊട്ടിലാണ്, കുഞ്ഞുനാളിൽ അവൻ കളിച്ചു വളർന്ന ഇടവും അവൻ്റെ പൗരുഷം രൂപം കൊണ്ട മണ്ണുമാണ്, അവൻ്റെ ഓർമ്മകൾ കുടിയിരിക്കുന്ന ഇടമാണ്, സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഉറവിടമാണ്. ആ മണ്ണിലാണ് അവൻ ജനിച്ചത്, ആ തണലിലാണ് അവൻ ജീവിച്ചത്, ആ നന്മയിൽ നിന്നാണ് അവൻ ആവോളം അനുഭവിച്ചത്. ആ മണ്ണിൻ്റെ നിർഭയത്വത്തിലാണ് അവൻ തണൽ കൊള്ളുന്നത്. ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ സ്വന്തം രാജ്യത്തിനുള്ള സ്ഥാനം വാക്കുകളാൽ വിശേഷിപ്പിക്കാനാവില്ല, വാചകങ്ങൾക്ക് അവയെ പൂർത്തീകരിക്കാനുമാവില്ല. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഓരോ വ്യക്തിയെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന അവൻ്റെ ശുദ്ധമായ പ്രകൃതത്തിൻ്റെ തേട്ടമാണത്. ഫിത്രത്തല്ലാഹില്ലതീ ഫതറന്നാസ അലൈഹ, അല്ലാഹു ജനങ്ങളെ പടച്ചിരിക്കുന്ന ആ വിശുദ്ധമായ പ്രകൃതം. മാതൃരാജ്യത്തോടുള്ള സ്നേഹം പ്രവാചകന്മാരുടെയെല്ലാം ഹൃദയങ്ങളിൽ വളരെ പ്രകടമായിരുന്ന ഉന്നതരായ വ്യക്തികളുടെ സ്വഭാവഗുണമാണ്. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്: റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അള്ളാഹുവേ, ഈ നാടിനെ നീ നിർഭയ കേന്ദ്രമാക്കേണമേ. വിശുദ്ധ റസൂൽ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജന്മനാടായ മക്കയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: മാ അത്യബകി മിൻ ബലദ് വ അഹബ്ബകി ഇലയ്യ, നീ എത്ര പരിശുദ്ധമായ നാടാണ്, നിന്നോട് എനിക്ക് എന്തെന്നില്ലാത്ത ഇഷ്ടമാണ് എന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലായിരിക്കെ ഏതെങ്കിലും യാത്ര കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ, മദീന മുനവ്വറയുടെ പടവുകൾ കണ്ടു തുടങ്ങുമ്പോൾ ആവേശപൂർവം അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടെ വിശുദ്ധ പ്രവാചകർ തൻ്റെ യാത്രയ്ക്ക് വേഗം കൂട്ടുമായിരുന്നു. സത്യവിശ്വാസികളെ, രാജ്യം പരമപ്രധാനമാണ്. രാജ്യത്തിൻ്റെ ഉന്നതി നമ്മൾ ഓരോരുത്തരുടെയും ഉന്നതിയാണ്. രാജ്യത്തിൻ്റെ മഹത്വം നമ്മളുടെയെല്ലാം മഹത്വമാണ്. രാജ്യം നമ്മളുടെ ചുമലിലെ വലിയ ഉത്തരവാദിത്തമാണ്. ഫല്യുഅദ്ദില്ലദി തുമിന അമാനതഹ്, ഏതൊരാളാണോ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് പൂർണ്ണമായി നിർവഹിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ അത് ചെയ്യേണ്ടത് അറിവ് കരസ്ഥമാക്കിയും വിജ്ഞാനങ്ങൾ പരമാവധി നേടിയെടുത്തുമാണ്. അവരെപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ടത് വഖുർ റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ, എനിക്കറിവ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പ്രവാചകരോട് അല്ലാഹു നൽകിയ സന്ദേശമാണ്. തൻ്റെ സിദ്ധികൾ പരിപോഷിപ്പിക്കുവാനും അറിവിൻ്റെ മണ്ഡലങ്ങൾ വികസിപ്പിക്കുവാനും അതുവഴി രാജ്യത്തിൻ്റെ ഉന്നതി ഉറപ്പുവരുത്തുവാനും
പുരോഗതി സാധ്യമാക്കാനും ലോകർക്കിടയിൽ രാജ്യത്തെക്കുറിച്ച് നല്ല വർത്തമാനങ്ങൾ പറയപ്പെടുവാനും ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ രാജ്യത്തിൻ്റെ പതാക എല്ലാ മേഖലകളിലും പാറിപ്പറക്കേണ്ടതുണ്ട്. ഹൃദയത്തിൽ അവൻ എപ്പോഴും ഓർക്കേണ്ടത് യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് എന്ന ഖുർആനിക വാക്യമാണ്. നിങ്ങളിൽ നിന്ന് വിശ്വാസം വരിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു ധാരാളം പദവികൾ ഉയർത്തുന്നതാണ്. സ്വന്തം രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചുമലിലേറ്റേണ്ടതുണ്ട്. തൻ്റെ ജോലി കൃത്യമായി ഭംഗിയായി നിർവഹിക്കുകയും ജോലിയുടെ ഉത്തരവാദിത്തങ്ങളും മര്യാദകളും പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല യുഹിബ്ബു ഇദാ അമില അബ്ദുഹു അമലൻ അൻ യുത്ഖിനഹു. നിങ്ങളിൽ ഒരാൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് വിദഗ്ധമായി സമ്പൂർണമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന്. ഏതൊരാൾ രാജ്യത്തോട് ദോഷം ചെയ്യുന്നുവോ അവന് ആ കർമ്മത്തിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷ നൽകും. പ്രവാചകർ പഠിപ്പിച്ചു, മൻ ളറ അളറഹുല്ലാഹു ബിഹി. ഏതൊരാൾ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുവോ അതേ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവൻ തന്നെ പരീക്ഷിക്കപ്പെടുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫല്ലാഹുമ്മ സിദ്നാ ലിൽ വതനി ഹുബ്ബ വസിദ്ഹു മിൻ ലദുൻക സആദതൻ വഹിഫ്ള. അല്ലാഹുവേ, ഞങ്ങൾക്കുനി രാജ്യത്തോടുള്ള ഇഷ്ടം വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ രാജ്യത്തിന് നിന്നിൽ നിന്നുള്ള വിജയവും സംരക്ഷണവും നീ ഓശാരമായി നൽകണമേ. സത്യവിശ്വാസികളെ, രാജ്യത്തെ സംരക്ഷിക്കുക എന്നത് വ്യത്യസ്ത മണ്ഡലങ്ങളിലാണ്, വിവിധ മേഖലകളിലാണ്. ഓരോരുത്തരും രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് അവനവൻ്റെ ഇടങ്ങളിലാണ്, അവരവരുടെ സാധ്യതകളിലാണ്. അതുകൊണ്ടുതന്നെ തൻ്റെ പെരുമാറ്റങ്ങളിലും ഇടപഴകലുകളിലും ഉന്നതമായ സ്വഭാവവും കുലീനമായ രീതികളും വെച്ചു പുലർത്തുന്നുവോ, സത്യസന്ധതയെ വാക്കിലും പ്രവൃത്തിയിലും ശീലമാക്കുന്നുവോ, മറ്റുള്ളവരുമായി സഹിഷ്ണുതയോടെ വിട്ടുവീഴ്ചയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നുവോ, അവൻ രാജ്യത്തിൻ്റെ നല്ല പേരിനെയാണ് സംരക്ഷിക്കുന്നത്. അവൻ നല്ലവനായി അറിയപ്പെടുകയും ചെയ്യും. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന ഖിയാറക്കും അഹാസിനുക്കും അഖ്ലാഖ. നിങ്ങളിലെ ഏറ്റവും നല്ലവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. സ്വന്തം രാജ്യത്തായിരിക്കുമ്പോഴും രാജ്യത്തിനു പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഉന്നതമായ നാഗരിക മൂല്യങ്ങൾ ആരു സൂക്ഷിക്കുന്നുവോ അവൻ രാജ്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയെയാണ്, രാജ്യത്തിൻ്റെ സൽപ്പേരിനെയാണ് സംരക്ഷിക്കുന്നത്. അവനിലൂടെ രാജ്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു രൂപമാണ് പ്രതിഫലിക്കുന്നത്. അങ്ങനെ മറുനാട്ടിലും അവൻ രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച പ്രതിനിധിയായി മാറുകയാണ്. രാജ്യത്തിൻ്റെ സംരക്ഷണ പ്രതിരോധ പ്രക്രിയയിൽ ചിന്താപരമായോ സാമൂഹികമായോ പ്രായോഗികമായോ സാങ്കേതികമായോ പങ്കെടുക്കുന്നവരെല്ലാം പ്രതിഫലാർഹമായ കാര്യമാണ് ചെയ്യുന്നത്. അവരുടെ ഉദ്യമങ്ങൾ പ്രശംസിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ രാജ്യത്തിന് പ്രതിരോധം തീർക്കുന്നവരിൽ ഏറ്റവും മഹത്തരമായ പ്രതിഫലത്തിനർഹരായവരും ഏറ്റവും ഉന്നതമായ സ്ഥാനമലങ്കരിക്കുന്നവരും രാജ്യത്തിൻ്റെ മാർഗത്തിൽ സ്വന്തം ശരീരം ചെലവഴിക്കുന്നവരും രാജ്യമെന്ന കാരണത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും സമർപ്പിക്കാൻ സന്നദ്ധരായവരുമാണ്. അവരെപ്പോഴും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കു വേണ്ടി കാവലിരിക്കുകയാണ്, ഉറക്കമൊഴിക്കുകയാണ്. പ്രവാചകർ പഠിപ്പിച്ചതുപോലെ അവരു നരകത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്, സ്വർഗലോകത്ത് അനുഗ്രഹ സമ്പൂർണരുമാണ്. പ്രവാചകർ പറഞ്ഞു, ഐനാനി ലാ തമസ്സുഹുമന്നാർ, ഐനുൻ ബക്കത് മിൻ ഖശ്യത്തില്ലാഹ് വഐനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്. രണ്ടു കണ്ണുകളെ നരകം സ്പർശിക്കുകയേയില്ല. ഒന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണാണ്, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവലിരിക്കുന്ന ആളുകൾക്കു സംരക്ഷണമൊരുക്കുന്ന കണ്ണാണ്. കാരണം സ്വന്തം രാജ്യത്തിന് സംരക്ഷണമൊരുക്കുക എന്നത് വിശുദ്ധമായ ഒരു ബാധ്യതയാണ്. രാജ്യത്താണ് മതം
നിലനിൽക്കുന്നത്, മതചിഹ്നങ്ങൾ നിലനിർത്തപ്പെടുന്നത്. ഈ രാജ്യത്തിനകത്തു തന്നെയാണ് ഓരോരുത്തരുടെയും സ്വത്തും ശരീരവും അഭിമാനവും സംരക്ഷിക്കപ്പെടുന്നത്. ഈ മഹത്തായ രാജ്യത്തിന്റെ സായുധ സേന ഏകീകരണത്തിന്റെ ധന്യമായ സ്മരണകൾ അയവിറക്കുന്ന ഈ വേളയിൽ നാം ഈ രാജ്യത്തിന്റെ സായുധ സേനയ്ക്ക് അങ്ങേയറ്റത്തെ ആദരവും പരമമായ അംഗീകാരവും സമർപ്പിക്കുകയാണ്. കാരണം അവർ ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. എല്ലാവർക്കും അവർ മാതൃകയാണ്. അവരുടെ കഠിനാധ്വാനങ്ങൾക്കും സമർപ്പണത്തിനും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽനാ ജമീഅൻ അനിൽ വതനി മുദാഫിഈൻ വഅലാ മുൻജസാതിഹി മുഹാഫിളീൻ വബിയദിഹി ഇലൽ അലിയാഇ ദൗമൻ ആഖിദീൻ. അല്ലാഹുവേ, ഞങ്ങളെ ഓരോരുത്തരെയും രാജ്യത്തെ സംരക്ഷിക്കുന്നവരായി, രാജ്യത്തിൻ്റെ ഓരോ നേട്ടങ്ങളെയും കാത്തുസൂക്ഷിക്കുന്നവരായി, രാജ്യത്തോടൊപ്പം ഉന്നതികളിലേക്ക് ഗമിക്കുന്നവരായി നീ മാറ്റണമേ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.